നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ വലിയ കളികൾ നടക്കും നമ്മുടെ നാട്ടിൽ. അതായത് ഇപ്പോൾ ഒരു കേസ് കോൺഗ്രസിനെതിരായി പൊങ്ങി വന്നെന്ന് വെച്ചോ, അപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ അടുത്ത അടിയടിക്കും. ആ അടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മെസ്സി വിവാദം. അതായത് ഇവിടെ മെസ്സിയെ കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് 2024 ഒരു കരാറൊക്കെ ഉണ്ടാക്കി. റിപ്പോർട്ടർ TV-യുടെ MD ആയിരിക്കുന്ന ആൻഡോ അഗസ്റ്റിനും അടക്കമുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 2 ടീമുകളുമായി ചേർന്നിട്ട് ഒരു ഗെയിം അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുട്ബോൾ മാച്ചുകൾ 2 പ്ലാൻ ചെയ്തു. ഈ ഫുട്ബോൾ മാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുക. അപ്പം ഇപ്പോൾ ഒരു വിവാദം, ഒരു സ്പെഷ്യൽ സെക്രട്ടറി, ഈ പറയുന്ന വകുപ്പ് തല സ്പെഷ്യൽ സെക്രട്ടറി ഒരു അന്വേഷണം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തിയപ്പോൾ ഇതിനകത്ത് ഭയങ്കര ക്രമവിരുദ്ധമായി എന്തൊക്കെയോ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. കരാറില്ല. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടതിൻ്റെ യാതൊരു രേഖകളും മന്ത്രിയുടെ കയ്യിലില്ല. ആര് പെട്ടു? അബ്ദുറഹിമാൻ പെട്ടു. കാരണം അബ്ദുറഹിമാൻ കാണിച്ചത് ചട്ടലംഘനം, ഗുരുതരമായ കൃത്യവിലോപം, ഭയങ്കര പ്രശ്നമായി പോയി, ആകെപ്പാടെ പെട്ടു. അപ്പം ഇതൊരു വലിയ വിഷയമായി ഉയർന്നു വന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായ ആൻഡോ അഗസ്റ്റിൻ 126 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. 126, ചെറുതല്ല. അപ്പോൾ ഈ 126 കോടി രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഹിൻഡ് വെച്ചു. എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാം. അതായത് ഇവിടെ നിങ്ങൾ പിടിച്ചത് MDMA ആണെങ്കിൽ ഞങ്ങൾ ഇപ്പുറത്ത് വേറൊരു കെണി വെക്കും. എന്ത് കെണി? ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഡോളർ കടത്ത് കൂടി സംശയിക്കപ്പെടേണ്ടി വരും എന്ന് സ്പെഷ്യൽ സെക്രട്ടറി ഒരു കുറിപ്പും വെച്ചിട്ടുണ്ട്. ഒരു സംശയത്തിൻ്റെ മുന അവിടെ ഇട്ടു. കാര്യങ്ങൾ പോണ പോക്ക് കണ്ടില്ലേ? ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയതുമായി അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ തന്നെ കൃത്യമായി തെളിവടക്കം വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പണം അവിടേക്ക് അയച്ചു കൊടുത്തു. വേറെ യാതൊരു ബാങ്കിൽ നിന്ന് SBI എന്ന് പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിൽ നിന്നും, അതായത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവർക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളടക്കം, അതോടൊപ്പം ഇങ്ങനെ ഒരു കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുട്ബോൾ മാച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ഒപ്പിട്ട കരാർ ആരൊക്കെയായിട്ടാണ് ഇനി ഒപ്പിട്ടത്? ഇത് വെറും ഒരു വെറുതെ ഈ ആൻഡോ അഗസ്റ്റിൻ തള്ളിയതാണോ? അല്ല. അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഈ ആൻഡോ അഗസ്റ്റിൻ ക്ലാനഡിയോ ഫാബിയൻ എന്ന് പറയുന്ന ഒരാളുമായിട്ടും, അതായത് അതിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന, അതായത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ക്ലാഡിയോ ഫ്രാബ്രിയോ ടാപ്പിയോ എന്ന് പറയുന്ന ഒരാളുമായിട്ടും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയ വിക്ടർ ബ്ലാങ്കോ റോഡ്രിഗസുമായിട്ട് ഈ പറയുന്ന എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിൻ്റെ രേഖകൾ അവർ പുറത്തുവിട്ടു റിപ്പോർട്ടർ ചാനലിൽ. സിമ്പിളാണ്. ആ രേഖകൾ അവരുടെ കയ്യിൽ തന്നെയുണ്ട്, ഒപ്പുവെച്ചതിൻ്റെ രേഖകളുണ്ട്. ഇനി ഈ പണം ഇത്രയും വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? അതായത് കണക്ക് പ്രകാരം ഏകദേശം $15 മില്യൺ അയച്ചിരിക്കുന്നത്. $15 മില്യൺ. എന്നാൽ ഈ പണം അയച്ചതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ? അടുത്ത ചോദ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RBI ഈ ആൻഡോ അഗസ്റ്റിന് നൽകിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അനുമതി കൂടി ഇതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. കരാർ നടത്തിയിട്ടുണ്ട്. ആ കരാറിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും സൈൻ ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റ് ഇവിടെ അവർ ഒപ്പിട്ടിട്ടുണ്ട്. അതും 2024 ഇതുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞു. പിന്നീട് 2025 ഇതുമായി ബന്ധപ്പെട്ടിട്ട് കളി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറുമായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം വളരെ ക്ലിയർ ആണ്. വളരെ വളരെ ലളിതമാണ് കാര്യങ്ങൾ. ആ ലളിതമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിനെ, ഇടത് സർക്കാരിനെ എയറിൽ നിർത്തുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ മേലെ ഒരു പഴി ചാരുക. എന്നിട്ട് പറഞ്ഞതാ ഇവിടെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടായിരുന്നു, അതായത് പിണറായി വിജയന് പങ്കുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ് ഇത്രയും വലിയ സംഭവം അവിടെ നടക്കുന്നത്. ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ആരെയാണ്? ആൻഡോ അഗസ്റ്റിനെ കണ്ടെത്തി. അതായത് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഫയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സ്റ്റേഡിയമാണ് കലൂർ സ്റ്റേഡിയം. പിന്നെ എങ്ങനെ അത് വിട്ടു നൽകി? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കേസ് അവിടെ നിൽക്കുന്നത്. അതായത് അബ്ദുറഹിമാന് ചൂണ്ടുവിരലിലായി. അതോടൊപ്പം തന്നെ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ചൂണ്ടുവിരലിലെത്തി. അപ്പോൾ ഇവിടെ വലിയ തോതിൽ ഇതങ്ങ് ചർച്ചയായിട്ട് അങ്ങ് വ്യാപിക്കുകയാണ്. കാര്യം എന്താ? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ കൊച്ചു കളിയൊന്നുമല്ല കളിച്ചിരിക്കുന്നത്. 126 കോടിയുടെ കളിയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. ചെറുതല്ല.
അത് ചുരുക്കി പറഞ്ഞാൽ 126 കോടിയുടെ ഡോളർ വിദേശത്തേക്ക് കടത്തി എന്നുള്ള തരത്തിലേക്ക് അത് നാളെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പം ഇതിന് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മറ സൃഷ്ടിച്ചെടുത്തത്? ഇതിനകത്ത് വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം ആൻഡോ അഗസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട്, സ്പോൺസറായി നിന്ന ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിരുന്നിട്ട് കൂടി എന്തിനാണ് ഈ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തെ പുറത്തേക്ക് വിടുകയും ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തത്? സിമ്പിൾ ലോജിക്കാണെന്നേ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണ്? മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ആരെക്കുറിച്ചായിരുന്നു? മുഹമ്മദ് ഹുസൈനാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ MDMA കേസിൽ പിടിക്കപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി നിൽക്കുന്ന മുഹമ്മദ് ഹുസൈനെതിരായി വാർത്തകൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയും തകർക്കുന്ന ഒന്നായി മാറും. അതിന് വലിയ പ്രചാരം നമ്മുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമാണ്, അത് ലഭിക്കും. അപ്പോൾ അങ്ങനെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ ഒന്ന് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എൻക്വയറി, ഇങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് ഒരു നയാ പൈസയുടെ പ്രശ്നമില്ല എന്നുള്ള കാര്യം, നഷ്ടമില്ല എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? ഈ വിഷയം നടന്നപ്പോൾ തന്നെ ആൻഡോ അഗസ്റ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ പക്കലുള്ള എല്ലാ രേഖകളും ഒപ്പിട്ട എല്ലാ കാര്യങ്ങളും 7ലധികം ഡോക്യുമെൻറ്റുകളുമായി അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ ഈ ആൻഡോ അഗസ്റ്റ് നടക്കുന്ന ഒരു ടീമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡോ ഒരു തരത്തിലും എങ്ങും ഇടപെട്ടിട്ടില്ല. ഇതിനകത്ത് ഒരു കഴഞ്ചിൻ്റെ പോലും കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ആര് പുലിവാലായി? ആർക്കാണ് ശരിക്കും കെണിയായത്? സത്യത്തിൽ എന്തിനു വേണ്ടി ആയിരുന്നു ഇതിങ്ങനെ ചെയ്തത്? ഈ പറയുന്ന MDMA കേസ് മുക്കാൻ വേണ്ടി. അത് മുങ്ങിയോ? അത് മുങ്ങിയില്ല. അത് മുങ്ങാതെ ഈ കേസ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇതിനകത്ത് ഇപ്പോൾ ക്ലീൻ ഇമേജ് കിട്ടിയത് ആർക്ക്? ആൻഡോ അഗസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള തെളിവുകളെടുത്ത് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന ഷറഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കരാർ 2024 ഒപ്പിട്ടത്. അതിൻ്റെ വിവരങ്ങളും പുറത്തേക്കുണ്ട്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ വലിയ മലയായി വന്നത് എലിയായി പോകുന്ന പോലെ ഒരു അവസ്ഥയായി ഇത് മാറി എന്നുള്ളതാണ് ഇതിനകത്തിലെ മറ്റൊരു വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.